ഒരു വർഷം 1800ഓളം ഇന്ത്യക്കാർ മരിക്കുന്ന നാടാണ് UAE. ഇതിൽ 1000ഓളം പേരും മലയാളികൾ. ഇവരുടെ മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനെ ചൊല്ലിയുള്ള സാമ്പത്തിക തർക്കമാണ് ഇപ്പോഴത്തെ വിവാദം. പ്രവാസ ലോകത്ത് വെച്ച് ജീവൻ പൊലിയുന്നവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് ഉറ്റവരുടെ കൈകളിൽ എത്തിക്കാനുള്ള നടപടിയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഔദ്യോഗിക വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച മുന്നറിയിപ്പാണ് ഇത്. മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർ വൻ തുക ഈടാക്കുന്നു. തട്ടിപ്പിനെ കുറിച്ച് ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. കോൺസുലേറ്റിന്റെ മുന്നറിയിപ്പിനെ എതിർത്തും അനുകൂലിച്ചും ഇതോടെ സാമൂഹ്യ പ്രവർത്തകർ രംഗത്തെത്തി. ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരാൻ തന്നെ കാരണം ഗ്ലോബൽ പ്രവാസി യൂണിയന്റെ ഇടപെടലാണ് ഈ വിഷയത്തിൽ. ഗ്ലോബൽ പ്രവാസി യൂണിയൻ ശക്തമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ FOC ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിൽക്കുകയും കൗൺസിലേറ്റ് ഇപ്പം പുറത്തിറക്കിയ ഉത്തരവിനെ കൗൺസിലേറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്തായാലും. കാരണം ഇതിൽ ഒരുപാട് കറപ്ഷൻസ് നടക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എന്ന് മാത്രമല്ല വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്നും വോളണ്ടറി സർവീസ് ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ദുബൈയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഈ അടുത്ത കാലത്തായിട്ട് അത് സ്ട്രക്ചറൈസ് ചെയ്യണം എന്നുള്ള രൂപത്തിൽ ഇവിടെയുള്ള അംഗീകാരമുള്ള സംഘടനകളെ എംപാനൽ ചെയ്തുകൊണ്ട് അവിടെയുള്ള സംഘടനകളുള്ള വോളണ്ടിയേഴ്സിന് കോൺസുലേറ്റിലേക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ എൻട്രി ചെയ്യാനുള്ള സ്പെഷ്യൽ പാസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സർവീസ് ആരംഭിക്കാൻ കോൺസുലേറ്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നടപടിയാണിത്. മൃതദേഹം കൊണ്ടുപോകുന്നതിനെ ചൊല്ലി പല വിധത്തിലുള്ള ആരോപണങ്ങൾ പണ്ട് മുതലേയുണ്ട്. പണത്തിന്റെയും സ്വർണത്തിന്റെയും ഒക്കെ കഥകൾ പലതവണ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കെട്ടുകഥകളുടെ കുരുക്കഴിക്കാൻ കോൺസുലേറ്റ് നടത്തുന്ന ഇടപെടൽ സഹായകമാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ സാമൂഹ്യ പ്രവർത്തകരെ എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തരുതെന്നും ഉപ്പ് തിന്നവർ മാത്രം വെള്ളം കുടിക്കട്ടെ എന്നുമാണ് ചിലരുടെ നിലപാട്. ഇതുവരെ കോൺസുലേറ്റ് ഓരോരോ അസോസിയേഷന് ലെറ്റർ കൊടുക്കും. അപ്പോൾ കോൺസുലേറ്റ് കൊടുത്താൽ പാവപ്പെട്ടവർക്ക് ഒരു ടിക്കറ്റ് കൊടുക്കും. അങ്ങനെ ചെയ്യൽ. പിന്നെ ഇവർ ഏജൻസിക്കാർ കൊടുത്ത് ഇപ്പോൾ 4-5 വർഷമായി. ഈ 5 വർഷത്തിനടുക്കൊരു 10,000-4,000 ഇന്ത്യക്കാരെ ബോഡി തന്നെ ഞാൻ കയറ്റിയിട്ടുണ്ടാവും. ഈ 5 വർഷത്തിനടുക്ക് ₹1 കോൺസുലേറ്റ് മേടിച്ച് പോലും പറഞ്ഞു തരട്ടെ. ₹1 തന്നെങ്കിൽ പോലും പറയട്ടെ, അല്ല മേടിച്ചെന്ന് പറയട്ടെ, ഒരു പറയാൻ ചെയ്തു കൊടുക്കും. ഈ മരിച്ച് പോയ മരണപ്പെട്ട ആൾ ബന്ധക്കാരുണ്ടാവുമല്ലോ, ഒന്ന് പറയട്ടെ അപ്പോൾ ഇത്ര പൈസ അടിച്ചെന്ന്, ഒരു ചായ അടിച്ചെന്ന് പറയട്ടെ, ഒരു പൈസ പോട്ടെ. വളരെ ജെന്യുവൻ ആയിട്ടുള്ള കേസുകളെ കൗൺസിലേറ്റ് തന്നെ ഈ കടമ്പകൾ, ഈ ഡോക്യുമെൻറ്റേഷൻ കടമ്പകളൊന്നും വെക്കാതെ അവരെ സ്പോൺസറായിട്ട് സംസാരിച്ചിട്ട് വിസിറ്റ് വിസക്കൊക്കെ വന്ന് ഇവിടെ കടം കയറി അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്ത് ഇവിടെ ആകെ നാശമായിട്ട് നിൽക്കുന്ന പാർട്ട്ണർ വിസയിലുള്ള ആൾക്കാരുണ്ടാവും. ജെന്യുവൻ വിഷയങ്ങളിൽ FOC അനുവദിക്കുന്നതിൽ കൗൺസിലേറ്റ് കൃത്യമായ രീതിയിൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഗ്ലോബൽ പ്രവാസി യൂണിയന് കൃത്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത്. ഒരു മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ ടിക്കറ്റ് നിരക്കും മറ്റ് ചെലവുകളുമടക്കം 6000ഓളം ദിർഹം ഇന്ത്യൻ കോൺസുലേറ്റ് ചെലവിടുന്നുവെന്നാണ് വിവരം. പാവപ്പെട്ടവരെ സഹായിക്കാൻ FOC അഥവാ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന പേരിലാണ് പണം നൽകുന്നത്. കോൺസുലേറ്റിന്റെ സാമൂഹ്യക്ഷേമ ഫണ്ട് ICWF-ൽ നിന്നുമാണ് പണം അനുവദിക്കുക. ഈ പണം അനർഹരായ പലരും എഴുതിയെടുക്കുന്നു എന്നാണ് വിമർശനം. ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അംഗീകാരമുള്ള സംഘടനകളുടെ വോളണ്ടിയർമാർക്ക് പ്രത്യേക ലൈസൻസ് നൽകുന്നതിനെ കുറിച്ചാണ് ആലോചന. ഇതിന്റെ ഭാഗമാണ് കോൺസുലേറ്റിന്റെ പുതിയ നീക്കമെന്നും ദുബായ് KMCC വ്യക്തമാക്കുന്നു. എല്ലാ സംഘടനകളെയല്ല, ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരുന്നു കോൺസുലേറ്റ്. അതിൽ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അപ്ലൈ ചെയ്ത ആളുകളിൽ ഇവിടെ അംഗീകാരമുള്ള സംഘടനകളെ എംപാനൽ ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് പുറത്തെടുക്കുകയും ആ ലിസ്റ്റിൽ നിന്ന് അവർ നിർദ്ദേശിക്കുന്ന വോളണ്ടിയേഴ്സിന് ഈ ഒരു പ്രിവിലേജ് ലഭ്യമാക്കുമെന്നാണ് കോൺസുലേറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. സാമ്പത്തികം മാത്രമല്ല മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മരിച്ചയാളുടെ പാസ്പോർട്ടും മറ്റു രേഖകളും റദ്ദാക്കാൻ രക്തബന്ധമുള്ളവർ നേരിട്ട് വരികയോ പവർ ഓഫ് അറ്റോർണി നൽകുകയോ വേണമെന്നാണ് വ്യവസ്ഥ. മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കാൻ മരിച്ചയാളുടെയോ അടുത്ത ബന്ധുവിന്റെയോ നാട്ടിലെയും UAE-യിലെയും ബാങ്ക് രേഖ, നാട്ടിലെ വരുമാന സർട്ടിഫിക്കറ്റ്, പഞ്ചായത്തിൽ നിന്നുമുള്ള കത്ത് എന്നിവയെല്ലാം നിർബന്ധമാണ്.
ക്രമക്കേട് തടയാനുള്ള സദുദ്ദേശ നടപടിയാണ് കോൺസുലേറ്റിന്റേത്. പക്ഷേ ഇന്ത്യയിൽ നിന്നും ഇത്തരം രേഖകൾ ലഭിക്കാൻ കാലതാമസമുണ്ടായാൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതും വൈകും. ഇവിടെ 10-16 ഓഫീസുകളിൽ കയറി ഇറങ്ങിയാലാണ് ഒരു ബോഡിയുടെ പേപ്പർ ക്ലിയർ ആകുക. 15 ഓഫീസും UAE ഗവൺമെൻറ്റിലാണ്. UAE ഗവൺമെൻറ് ഒരു സ്ഥലത്ത് ടോക്കൺ വരെ എടുക്കണ്ട. ഒരു മരണപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ആദരവ് വരെ കാണിക്കും, ഉദ്യോഗസ്ഥന്മാരെ കാണിക്കും. കോർട്ടിലാണെങ്കിലോ പോലീസിലാണെങ്കിലോ എവിടെയുമായി ടോക്കൺ എടുത്തിരിക്കുന്ന സംവിധാനമില്ല. പേപ്പർ കൊണ്ടുപോകും, അപ്പം തന്നെ തരും. കൗൺസിലേറ്റ് അർഹതപ്പെട്ട കേസുകൾക്കാണല്ലോ ഈ ചെലവഴിക്കുന്നത്. അത് നമ്മൾ ഈ സംഘടനകൾ ഞങ്ങളെ വളണ്ടിയേഴ്സ് കയ്യിൽ നിന്ന് പൈസ കൊടുത്തുകൊണ്ട് പിന്നെ കൗൺസിലേറ്റിൽ നിന്ന് റീഎംബേഴ്സ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റീഎംബേഴ്സ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്താൽ മതിയായി. അന്നം തേടി മറുനാട്ടിലെത്തിയ ഇന്ത്യക്കാർ എത്രയെന്ന് എവിടെയും കൃത്യമായ കണക്കില്ല. സ്വന്തം ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കാനും ഉറ്റവരെ ചേർത്ത് നിർത്താനുമാണ് ഓരോരുത്തരും പ്രവാസിയാകുന്നത്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം നാടുവിടേണ്ടി വന്നവരാണ് ബഹുഭൂരിപക്ഷവും. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ചിരിയും സന്തോഷവും നിറഞ്ഞ വർണ്ണാഭമായ നിമിഷങ്ങൾക്കപ്പുറം ഒറ്റപ്പെടലിന്റെയും വേദനയുടെയും സാമ്പത്തിക പരാധീനതകളുടെയും മുഖം കൂടിയുണ്ട് പ്രവാസ ജീവിതത്തിന്. എവിടെ എപ്പോൾ ആരുടെ ജീവൻ പൊലിഞ്ഞു പോകുമെന്നറിയാത്ത പേടിപ്പെടുത്തുന്ന അനിശ്ചിതത്വത്തിന്റെ പേരാണ് പ്രവാസം. കഴിഞ്ഞ 2 മൃതദേഹങ്ങളെ കാര്യത്തിൽ, ഒന്ന് അജ്മാലിൽ തൂങ്ങി മരിച്ച ഒരു കക്ഷി ഉണ്ടായിരുന്നു. ആ തൂങ്ങി മരിച്ച മൃതദേഹം നാട്ടിലേക്കാക്കാൻ FOCക്ക് വേണ്ടി ഞങ്ങൾ സമീപിച്ച്, പക്ഷേ FOC ഞങ്ങൾക്ക് ലഭിച്ചില്ല. വിസിറ്റ് വിസക്ക് ഇവിടെ വന്നതിന് ശേഷം നാട്ടിലെ പ്രാരാബ്ദം സഹിക്കാൻ വയ്യാതെ വിസിറ്റ് വിസ ഇവിടെ പുതുക്കാനും പൈസ ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം ഈ കൃത്യത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. മുരളിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷി 7 വർഷമായി നാട്ടിൽ പോയിട്ട് 8ഓളം കേസുകൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു. ഒരു വഴിയില്ലാതെ വന്നപ്പോഴാണ് ഞങ്ങൾ അദ്ദേഹത്തെ ചികിത്സയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അദ്ദേഹം അവിടുന്ന് അറ്റാക്ക് സംഭവിച്ച് മരിക്കുകയും ചെയ്തു. ഈ കക്ഷിനെ നാട്ടിൽ കയക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഇപ്പോൾ കൗൺസിലേറ്റ് പറയുന്നതായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും ഞങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് FOC പാസ്സാക്കുകയും ചെയ്ത്. ഇവിടെ സോഷ്യൽ പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് ഈ FOCൻ്റെ പിന്നാലെ കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഞങ്ങളെ കൃത്യമായിട്ട് ഞങ്ങൾ ഈ FOC കൗൺസിലേറ്റ് പോയിട്ട് ക്യാൻസൽ ചെയ്യിച്ച്, ഇയാൾക്ക് പുറത്തുനിന്ന് ആൾ ഈ ബോഡി കയറ്റി അയക്കാൻ ക്യാഷ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് FOC പാസ്സായതാണ്. പാസ്സായ FOC ക്യാൻസലാക്കിച്ച്. ദുബായിലെയും വടക്കൻ എമിറേറ്റുകളിലെയും മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള മാർഗനിർദ്ദേശമാണ് കോൺസുലേറ്റ് പുറപ്പെടുവിച്ചത്. ഇടനിലക്കാർ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. അതേസമയം മുൻപ് ഇന്ത്യൻ അസോസിയേഷനുകൾ കത്ത് നൽകിയാൽ പോലും മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് അനുമതി ലഭിച്ചിരുന്നുവെന്നാണ് സാമൂഹ്യ പ്രവർത്തകരുടെ അനുഭവം. ഞാനിപ്പോൾ 10-25 വർഷമായില്ലേ. ഇതിന് മുമ്പ് കൗൺസിലേറ്റ് വളരെ ഫ്രീ ആയി. ഇങ്ങനത്തെ നിയമമൊന്നുമില്ല. ഇത് ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ കൗൺസിലർമാർക്ക് ഇത് ചെയ്യാൻ കഴിയൊന്നുമില്ല. എന്ത് കാര്യം ഗവൺമെൻറ് ഇതിന് കൊടുക്കട്ടെ? ഈ മരിച്ച ആളെ ബോഡി വെച്ചിട്ട് ഇത്രയും ശാപം എന്തിനാ ഗവൺമെൻറ് പറ്റുന്ന വല്ല ആൾക്കാരോട്? മൃതദേഹത്തിന്റെ പേരിലുള്ള മനുഷ്യത്വമില്ലാത്ത തട്ടിപ്പ് തടയേണ്ടതു തന്നെയാണ്. ഇന്ത്യൻ കോൺസുലേറ്റ് നടത്തുന്ന ഇടപെടലും ജാഗ്രതയും ഇക്കാര്യത്തിൽ സ്വാഗതാർഹവും. പക്ഷേ നടപടികൾ ലഘൂകരിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാകും. ഒന്ന്, കൗൺസിലേറ്റ് ആവശ്യപ്പെടുന്നത് അവിടുത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. അതേപോലെ ഇവിടുത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും. ഇപ്പോൾ ഒരാൾ മരിച്ചാൽ അയാളെ പവർ ഓഫ് അറ്റോർണി ഇല്ലാണ്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ അയാളെ കുടുംബം നമ്മളെ ഏൽപ്പിക്കണം. എന്ത്, ഇതിൻ്റെ ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ മാത്രം നമുക്ക് അയാളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. മറുനാട്ടിൽ മരണപ്പെടുന്നവർക്കും നാട്ടിൽ ഉറ്റവരും ഉടയവരുമുണ്ട്. നെഞ്ചുരുകി പ്രാർത്ഥിച്ച് കരഞ്ഞ് കണ്ണീർ വറ്റിയാകും അവരുടെ കാത്തിരിപ്പ്. പ്രിയപ്പെട്ടവരുടെ മൃതദേഹം ഏറ്റവും വേഗത്തിൽ ഉറ്റവരുടെ കൈകളിൽ എത്തിക്കാൻ UAE എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട്. അതേ വേഗം തന്നെയാണ് നമുക്കും വേണ്ടത്. ഇതുതന്നെയാണ് സാമൂഹ്യ പ്രവർത്തകരുടെയും ഔദ്യോഗിക സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്വവും.